അപ്പം മക്കളെ ഞമ്മക്ക് ഒരു അടാറ് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതതിൻ്റെ നീളം എന്താ ഇത്ര വലിപ്പമുണ്ട് കേട്ടോ. ഒരു മീൻ നല്ല വീതിയുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിനൊന്ന് പൊരിക്കാൻ കഷ്ണം വെട്ടണം കേട്ടോ. നമുക്ക് ഒരാൾ കൊടുന്നതാണ് ഇന്നലെ. അപ്പോൾ നമ്മളിതൊന്ന് കഷ്ണം വെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് തോല് ചീന്തണം അതിൻ്റെ അടിയിൽ നിന്ന്. കറി വെച്ചാൽ അത്ര രുചി ഉണ്ടാവില്ല. ഇത് തോല് ചീന്തണ മീനാണ് മക്കളെ. അപ്പം ഞാൻ അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. മക്കളെ ഞാനിതിൻ്റെ തല വെട്ടിയിട്ട് വാറ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുതുകത്തെ ഈ തോലിതാ ഈ രണ്ട് മുതലുണ്ടല്ലോ, ഈ തോലിങ്ങനെ ചീന്തണം, എന്നാലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ തോല് ചീന്താതെ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മുന്നു മക്കളെ. ഇനി ഈ ഭാഗത്തുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇവിടെയുണ്ട് കുറച്ച് തോല്, ഇതും ചീന്തിട്ട് എടുക്കട്ടെ കേട്ടോ. പൊന്നു മക്കളെ ഞാനതിനപ്പോൾ ഈ പരിവാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല മുള്ള ഇതിൻ്റെ മൂർച്ച. ഇത് ഇപ്പോൾ ഈ കടലിൽ നിന്ന് പിടിച്ച് വയ്ക്കാണ്. അതാണ് ഇതിങ്ങനെ വെട്ടാണ്ട് കൂടെ നിൽക്കണമെന്നൊക്കെ തോന്നുന്നത്. ഒരാൾ ഞങ്ങൾക്ക് വിളിച്ച് തന്നതാ. കണ്ടില്ലേ, നല്ല മീനാണ് സംഭവം. ഞാൻ തോലൊക്കെ ചീന്തി, മേലത്തെ തോലൊക്കെ ചീന്തിയിട്ട് ഇതാ തോലൊക്കെ ഇരിക്കണം. ഇതിനിപ്പോൾ പിന്നെന്താ മുറിച്ച് കിട്ടണം. കത്തി കുറവാണ്, മൂർച്ചം കുറവാണ്. അത് കാരണമാണ് തീരെ പോരാത്ത കേട്ടോ. പൊന്നു മക്കളെ ഞാനിപ്പോൾ ഇതാ ഇത്ര പൊരിക്കാനുള്ളത് ഞാൻ കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. സംഭവം എൻ്റെ കൈ കടഞ്ഞു. ഇനി കംസാക്ക വന്നിട്ട് ഇനി വെട്ടി തന്നോളൂക്ക് വയ്യ. ഇത് കാണുമ്പോഴല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചെറുതല്ലേ, പക്ഷെ ഇത് നല്ല വീതിയും വലിപ്പുണ്ട്. ഇതിലിതാ ഒരു കറിക്ക് വെക്കാനുള്ള സാധനങ്ങൾ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. തലയൊക്കെ ഒന്ന് വെട്ടാൻ എനിക്ക് എന്നെ കൊണ്ട് ആവില്ല. മുത്ത് മണികളെ 2 ദിവസം കൂട്ടാനുള്ള മീനിൻ്റെ തല തന്നെ ഉണ്ട്. കണ്ടില്ലേ തല കണ്ടില്ലേ. ആവൂല. ഇത് മസാല പരറ്റി നമുക്കൊന്ന് ഇങ്ങനെ പൊരിക്കാൻ നോക്കട്ടെ. ഒരു അടിപൊളിയായിട്ട് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കൂല അതേപോലെ ഒന്ന് പൊരിച്ച് നോക്കാം. ഞാൻ തോലൊക്കെ ചീന്തിട്ടോ. ഈ മീനിൻ്റെ തുള്ളി നീന്തുന്ന മീനാണ്. ഇത് കടലിൽ നിന്ന് പൊടിച്ച വെയ്ക്ക് കൂടി നിൽക്കുക എന്നൊക്കെ തോന്നുന്നു. അതാണ് ഇത് വെട്ടാത്തത്. അപ്പം നമുക്കിതൊന്ന് മസാല പരട്ടിയാലോ. അപ്പോൾ മക്കളെ നമുക്ക് മീൻ മസാല ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ചാറെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി 1 കഷ്ണം, 2 കഷ്ണം, പിന്നെ ചുവന്ന ഉള്ളി 1 കഷ്ണം ഇഞ്ചി അതിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 സ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് 1/2 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പെരുംജീരകം 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുക. പെരുംജീരകം. അപ്പം ഇത് നമുക്ക് കുറച്ച് ഇനി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കൊപ്പോട്ട കൂടിയിട്ട് അങ്ങോട്ട് അരച്ചിട്ട് നമുക്ക് തേക്ക മീനിലേക്ക് കിട്ടോ. കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മീൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചതിനുപോലെ നമ്മൾ അതേപോലെ ഉണ്ടാവും മക്കളെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടണം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, ഉപ്പ് ഇട്ടിട്ട് നാരങ്ങ നീര് ഒറ്റിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു കളറിനനുസരിച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി എരിക്കനുസരിച്ച് മുളക് പൊടി. ഈ മുളക് പൊടി അധികം എരിയില്ലാത്ത പൊടിയാട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പ്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മക്കളെ ഞാൻ നല്ലതുപോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇനി നമുക്കിത് നമ്മളെ മീനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ ഇട്ടിച്ച് കൊടുക്കാം കേട്ടോ. ചെറുനാരങ്ങ അല്ലെങ്കിൽ നിങ്ങൾ സുർക്ക ഇട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. കുരു പൊട്ടിക്കുക. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് എല്ലോടും ഇങ്ങനെ ഇങ്ങോട്ട് 10 മിനിറ്റൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേനും നമ്മളെ മീനിൽ നല്ലോണം പൊടിച്ചിട്ടുണ്ടാവും. വെളിച്ചെണ്ണയിൽ വേണം അത് പൊരിച്ചെടുക്കാൻ കേട്ടോ. വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, 2-3 വെളുത്തുള്ളി ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്ത് മീനാണ്ട് ഇട്ട് കൊടുക്കുക. അപ്പം നല്ലൊരു ചോരുമാണ്. ഏത് ടേസ്റ്റ് ഇല്ലാത്ത മീനും നല്ല രസം ഉണ്ടാവും മക്കളെങ്ങനെ പൊരിച്ചാൽ. ഇത് നമുക്കൊരു
10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചിട്ടൊന്ന് മസാലയൊക്കെ എല്ലാം ഒന്ന് പൊടിച്ച് വരട്ടെ കേട്ടോ. മക്കളെ നമ്മളെ മീൻ ഇവിടെ കായം പറ്റിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്കുണ്ടത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് 2 വെളുത്തുള്ളി നാലായിട്ട് ചേറിയിട്ട് അതൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണം ഓരോന്നായിട്ട് നമ്മുടെ മീൻ ഇവിടെ കിടന്ന് മൊരിയുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിൽ മീനിൽ നിന്ന് ഇങ്ങനെ എണ്ണ ഇങ്ങനെ കിരിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് മക്കളെ. ഇത് മീനിന് മറിച്ചിട്ട് നോക്കട്ടോ ഒരു സൈഡ്. മീനൊക്കെ ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു സൈഡും കൂടി മുരിഞ്ഞാൽ നമുക്ക് നമ്മളെ മീൻ പൊരിച്ചത് ടേസ്റ്റ് നോക്കാം. മക്കളെ നമ്മളെ റൂമിലേക്ക് വേറൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് പറഞ്ഞില്ലേ അപ്പോഴത്തെ റൂമിലേക്ക്. അപ്പോൾ അവർ വടകരന്ന് കൊടുന്നിക്കുക കേട്ടോ. 2 ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊടുന്നിരിക്കുന്നു പൊന്നു മക്കളെ. പിന്നെ നിങ്ങൾക്ക് കേൾക്കണോ അതാ ചീര കൊടുന്നിരിക്കണു, കല്ലുമ്മക്കായ അതൊക്കെ കൊടുന്ന ഐറ്റംസ് അയച്ചോ കേട്ടോ. കണക്ക് തന്നെ എല്ലാം കൊടുന്നിരിക്കണു. മോളെ ഞാൻ പതിയെ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോയിൽ.